Checking Value Plus card. Just pay ₹2,999 and get food worth ₹4,000. Hello, good evening. കാത്തിരിക്കുന്നവരോട് present. അപ്പോൾ സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡിലും ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ആരാളെ ടീനേജ് കാലഘട്ടത്തിൽ ദാ ഇങ്ങനെ പറന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം മേനക ചേച്ചി. ശരിക്കും ടീനേജ് ആണെന്ന് ഞങ്ങൾക്ക് തോന്നണേ. കോളറില്ല ഇങ്ങനെ ആക്കാൻ. ആഹാ, ഇങ്ങനെ ആക്കാൻ അല്ലേ? പക്ഷെ ഞങ്ങൾ ആക്കുകയാണ് ചേച്ചിക്ക് വേണ്ടിയിട്ട്. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ അടിച്ചു പൊളിച്ചു. ഇന്നത്തെ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഫ്രഷ് ആയിട്ട് നമ്മൾ തുടങ്ങുമ്പോൾ ഒരു ഫ്രഷ് ടാസ്കോട് കൂടിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ലൈക്ക് ഒരു പ്രസംഗമാണ് ഉദ്ദേശിക്കണേ. സ്പോട്ടിൽ നമ്മൾ തീം തരും, അത് വെച്ചിട്ട് മാക്സിമം സിൻസിയർ ആയിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്യണം. ചമ്മലോ നാണോ അങ്ങനെ ഒന്നും വേണ്ട. ഓക്കെ, ശരി. ഏറ്റവും ആദ്യത്തെ ടാസ്ക് നമുക്ക് ആർക്ക് കൊടുക്കണം? ജെനുവിൻ ആയിട്ട് പറഞ്ഞാൽ അനുവിന് കൊടുക്കൂ. ജെനുവിൻ ആയിട്ട് ഞാൻ പറഞ്ഞ സുമ വരൂ. അല്ല, ഞാൻ പറഞ്ഞാൽ വേറെ കേസ്. ഒന്നും പറയണ്ട, ഇങ്ങോട്ട് വരൂ. എടാ സുമോ ഗുസ്തി ചെല്ലടാ, സുമോ ഗുസ്തി. കഴിഞ്ഞ 1-2 ദിവസമായിട്ട് സുമയുടെ ദിവസമാണ് കേട്ടോ. ഓക്കെ, ടാസ്ക് ഇതാണ്. സുമയ്ക്ക് നല്ല ലൂസ് മോഷൻ ഉണ്ട്. കോമ്പറ്റീഷന്റെ പേര് കൊടുക്കുകയും ചെയ്തു. പ്രസംഗ മത്സരത്തിൽ ഈ ലൂസ് മോഷന്റെ ഈ ഒരു അസ്കിയത വെച്ചിട്ട് സുമ എങ്ങനെ അറ്റൻഡ് ചെയ്യും? അതിൻ്റെതായിട്ടുള്ള എല്ലാ വൈക്ലഭ്യങ്ങളും മുഖത്തുണ്ടായിരിക്കണം. ശരിക്കും ഒരു ലൂസ് മോഷൻ ഉണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ ആ സ്റ്റേജ് ഹാൻഡിൽ ചെയ്യും? കം ഓൺ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ടോപ്പിക് ഓക്കെ, വനനശീകരണം. പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഇവിടെ പറയാൻ പോകുന്ന ടോപ്പിക്ക് മറ്റൊന്നുമല്ല, വനനശീകരണത്തെ കുറിച്ചാണ്. എന്നോട് കമ്മിറ്റിക്കാർ പറഞ്ഞിരിക്കുന്നത് വനനശീകരണത്തെ പറ്റിയാണ്. കാട് എങ്ങനെ കാട് എങ്ങനെ ഇല്ലാതാകുന്നു? കാട് ഇല്ലാതായാൽ നമ്മൾ എവിടെ പോകും? മഴ ഉണ്ടാകുമോ? ഒന്നും മറഞ്ഞിരിക്കാമോ? പറ്റുമോ? അതുപോലുമില്ല. ഈ അവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെറുചെടികൾ പോലും വെട്ടി നശിപ്പിക്കരുതെന്നാണ്. അവിടെയെങ്കിലും നമുക്ക് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റും. അതാണ് നമ്മുടെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. മറ്റുള്ളവർ കാണാതെ മറയിലിരുന്നു കൊണ്ട് കാര്യം സാധിക്കുക. പിന്നെ അങ്ങനെ കാര്യം സാധിക്കണമെങ്കിൽ കാട് നശിപ്പിക്കരുത്. മൈക്ക് മേളിലാണ്. കാട് ഒരിക്കലും നശിപ്പിക്കരുത്. നശിപ്പിച്ചാൽ എന്നെ പോലെ വെള്ളം കുടിക്കേണ്ടി വരും. നമുക്ക് ഈ കാടില്ലെങ്കിലും ഒരു കസേരയുടെ മറയെങ്കിലും നമുക്ക് കിട്ടണം. ഓ, ആശ്വാസമായി. ചെല്ലന്റെ അടുത്ത് തന്നെ ചെന്ന് പെട്ടു ഞാൻ. അവസാനം സമാധാനമായി. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, കാട് വനം നശിപ്പിക്കരുത്. ഹലോ, എപ്പിസോഡ് നശീകരണമാണോ അതോ വനം നശീകരണമായിരുന്നു? എന്തായിരുന്നു ഉദ്ദേശിച്ചത്? ഗുഡ് ജോബ് അല്ലേ? അല്ല, ഞാൻ പറയാം, ഹി ഹാസ് ഡൺ ആൻ എക്സലന്റ് ജോബ്. താങ്ക് യു മാഡം. നമ്മളിനി അടുത്തത് ഈ ടീമിലേക്ക് നമ്മൾ പോകുന്നു. ഹേയ് ഉല്ലാസ് മുത്തളം, പ്ലീസ്. ഇതൊക്കെ പ്ലാൻഡ് ആണ്? ഇല്ല, പ്ലാൻഡ് ആണ്. ഓൺ ദി സ്പോട്ട് കൊടുക്കുന്നതാണ്. ഓൺ ദി സ്പോട്ട്. അപ്പോ താങ്കൾക്ക് വനനശീകരണം തന്നെയാണ് വിഷയം. ആൻഡ് പെട്ടെന്ന് പുളിയുറുമ്പ് ഈ ജീൻസിന്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കടിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഊഴ്ന്നു പോകുന്നുണ്ട്. അപ്പൊ ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? സെയിം ടോപ്പിക്, പുളിയുറുമ്പ് ജീൻസിന്റെ ഉള്ളിൽ. ഈ പുളിയുറുമ്പ് എന്തിനാ അതിന്റെ ഉള്ളിലേക്ക് കയറിയത്? പുളി തേടി പോയതാടാ. അവിടെ പുളി ഇരിക്കുന്നു. എരിവും പുളിയും. ശരി, ഓക്കെ. ഓ, എന്തൊരച്ചടക്കുള്ള കുട്ടി. നമസ്കാരം പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ മഹാസദസ്സിന് മുമ്പിൽ നിന്നുകൊണ്ട് വനം നശീകരണത്തിന് അല്ലെങ്കിൽ വനം നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നേട്ടങ്ങളാണ് അതിനെക്കുറിച്ചൊക്കെ വിശദമായി സംസാരിക്കുന്നതിന് വേണ്ടിയാണ് ഈ വനനശീകരണം അടിയിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഈ വനനശീകരണത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ, വനനശീകരണം കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ,
വനനശീകരണം അടിവാരത്ത് എത്തിയിട്ടുണ്ട്. അതായത് ഈ വനം നശിച്ചു പോയുള്ള ഒരു കുഴപ്പം. എടാ, ഇത് ചുരം വഴി മേലോട്ട് കയറുകയാണല്ലോ. പ്രിയമുള്ളവരെ, വനനശീകരണം ഇത് ഇന്നോ നാളെ കൊണ്ട് തീരുന്ന കേസല്ല. വനനശീകരണം ഹൈറേഞ്ച് മേഖലയിലേക്ക് കയറി കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇതത്ര നല്ല പ്രവണതയല്ല എന്ന് എനിക്ക് മനസ്സിലാക്കുന്നത് കൊണ്ട് ഞാൻ ഇവിടെ ഉദ്യമം അവസാനിപ്പിക്കുകയാണ്. ആ പുളിയനുറുമ്പ് നാണം കെട്ട് ബോധം കെട്ട് കിടക്കണം. ഭയങ്കര രസമായിട്ട്. എന്താണെന്നറിയാവോ, ഞാൻ പാന്റ് ഷർട്ട് ഇട്ടിട്ടുണ്ട്, ഉറുമ്പ് ഒന്നും ഇട്ടിട്ടില്ല. ഉറുമ്പ് കാണിച്ചത്. അടിപൊളി ഉല്ലാസേട്ടാ, സൂപ്പർ. ഏറ്റവും രസം ആ നടന്ന് പോയിട്ട് ശരിക്കും നമ്മൾ കണ്ടു ആ ഉറുമ്പിനെ ഇങ്ങനെ കണ്ടിട്ടില്ല. എന്തൊക്കെയാ ലക്ഷ്മി ഇത്? ഞാനൊന്നും കണ്ടിട്ടില്ല. ശരി, ഓക്കെ. ഈ ടീമിൽ നിന്ന് രസിച്ചങ്ങടി ഇരിക്കുക, വരിക. അടുത്ത ആള് പ്രസംഗത്തിന് വേണ്ടിട്ട് എത്തിയിരിക്കുകയാണ്. വിഷയം വനനശീകരണം തന്നെ. പക്ഷെ സിറ്റുവേഷൻ, പുള്ളി അത്യാവശ്യം ഫിറ്റ് ആണ്. പുള്ളിക്കാണെങ്കിൽ ഈ ഒരു കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്യും വേണം. പക്ഷെ പുള്ളി 4 കാലില്ല. അപ്പൊ അതെങ്ങനെ പ്രസന്റ് ചെയ്യും? റിയൽ ലൈഫ് അങ്ങോട്ട് കാച്ചിക്കൊടും. നമസ്കാരം. മേന ചേച്ചി, ഈ പരിപാടിയിൽ വന്നതിൽ നന്ദി അറിയിക്കുന്നു. വനനശീകരണം, അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. എന്താണ് വനം? എവിടെയാണ് വനം? ഒരുപാട് വന്യമൃഗങ്ങൾ താമസിക്കുന്ന കാടിലാണ് നമ്മളെ വനം. ആ വനം നമ്മൾ നശിപ്പിക്കരുത്. ആ വനം നമ്മൾ വീട് പോലെ കാത്തു സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തരം നല്ല വനങ്ങളിൽ ചില ദുഷ്ടശക്തികൾ കുടുംബത്തോടെ വാറ്റാൻ കയറുന്നുണ്ട്. അത് ശരിയായ നടപടിയല്ല. അച്ഛനും മകളും അമ്മയും കുടുംബത്തോടെ ആ വനത്തിനെ നശിപ്പിക്കാൻ വേണ്ടി വാറ്റാൻ വേണ്ടി കയറുന്നുണ്ട്. അത് ശരിയാ അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ വനത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, എന്താണ് വനം? എവിടെയാണ് വനം? തേക്കും തൈകളും ചന്ദനത്തടികളും കാടും മേടും വന്യമൃഗങ്ങളും അടങ്ങുന്ന അതിമനോഹരമായ ഒരു കാടാണ് വനം. അവിടെ വാറ്റി നടത്തുന്ന അതാണ് വനം. അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിച്ച് ഞാൻ അങ്ങോട്ട് പോവുകയാണ്. അതാണ് വനം. ആറ്റിറ്റ്യൂഡ് ഇറ്റ്സെൽഫ് അല്ലേ? ആ പറഞ്ഞ രീതി ഭയങ്കര രസമായിരുന്നു. മേന ചേച്ചി, ഇതിന് എന്ത് മനസ്സിലായി? എന്താണ് വനം? അതാണ് തങ്കച്ചൻ. അതാണ് തങ്കം. 3 പേരും ആ ഒരു ടോപ്പിക്കിന് ഒരേപോലത്തെ തന്നെയാണ്. പക്ഷെ ഒരു മൈന്യൂട്ട് എക്സ്പ്രഷൻ ചേഞ്ച് വെച്ചിട്ട് എന്ത് രസമായിട്ട് ഉല്ലാസും വാവയും പിന്നെ തങ്കച്ചനും കൂടെ അഭിനയിച്ചത്. അമേസിംഗ്, അമേസിംഗ്. അപ്പോ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Once again, welcome all of you with Star Magic. ഇനി പവർ കൂടാണ് മോനെ. ഞാൻ ഡയറക്റ്റ് ചെയ്യണം. ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നു. റോളിംഗ് റോളിംഗ് ആക്ഷൻ. ഓ, ഫസ്റ്റ് ആക്ഷൻ പറഞ്ഞപ്പോ തന്നെ ടൈമിംഗ് ഇല്ലാത്ത ആർട്ടിസ്റ്റാണല്ലോ വന്നത്. തങ്കച്ച പോയി സ്ഥലത്തിരിക്കേ. എങ്ങനെ ഇരിക്കാന്ന് ചേച്ചി? എങ്ങനെ ഇരിക്കാനാ? കൊട്ടയല്ലേ? വന്നെ നിക്ക് നടുക്ക് നിക്ക. അയ്യോ, ആങ്കർ
ഡൈ അടിച്ചോണ്ടിരിക്കും. ചേച്ചി ചേച്ചി ഡയറക്റ്റ് ചെയ്യുമ്പോ ഒന്ന് ഉഴപ്പി ചെയ്യണേ, അല്ലെങ്കിൽ അനുവേട്ടനെ പറഞ്ഞു വിടും. നമ്മളെ ഷോ ഡയറക്ടർ പോയോ? ഞാൻ നിന്നെ തന്നെ വാച്ച് ചെയ്യാണ് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ നിന്നെ പറഞ്ഞു വിടും. നിങ്ങളെ കൊണ്ട് മടുത്തു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം വേറൊരു ഷോയ്ക്ക് പോയത്. ആ എല്ലാരും റെഡിയാണോ? ആ ഞങ്ങൾ റെഡിയാണ്. റെഡിയാണോ? ആ റെഡി. ആ ശരി ശരി നടക്കട്ടെ. ആക്ഷൻ. ഇവിടെ ചിത്രശലഭം വന്നു, ഇനിയിപ്പോ തുടങ്ങാം. തുടങ്ങാം. ശരി ശരി ഒരു പഴയ ഷോട്. കട്ട്. എന്താണ് അവിടെ കറിക്കരിയാണോ? അനൂപ് എനിക്ക് വയ്യ കേട്ടോ, അനൂപ് തന്നെ ഡയറക്റ്റ് ചെയ്തോളൂ. മതി, ഇതുങ്ങളെ കൊണ്ട് എനിക്ക് പറ്റൂല. വയ്യാത്ത കുട്ടികളായോണ്ടാ 5 കൊല്ലായിട്ടത്തെ പരിപാടി. സമ്മതിച്ചു തരാം, ഒരു അവാർഡ് ഞാൻ തന്നിരിക്കുന്നു. താങ്ക് യു. ഒരു ഷോ, ഇന്നത്തെ ഷോ കഴിഞ്ഞ് ഷൂട്ട് കഴിയുമ്പോഴത്തേക്ക് അനുവേട്ടൻ പോയി ട്രിപ്പ് ഇടും, ഹോസ്പിറ്റലിൽ പോയി ഒന്ന് ഫ്രഷ് ആവാനായിട്ട്. ആര്, നീ തന്നെയാണ് ഇടുന്നത്? അല്ല, ഞാൻ ട്രിപ്പിന് പോകും. സംഭൂര ഗുരുജനങ്ങളെ, അങ്ങനെ ആ തോട്ടത്തിലെ ആ മുതലാളിക്ക് തളർവാദം വന്ന് വീണ് കിടക്കുന്ന അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ ഭാര്യയെ വാച്ചർ വശീകരിക്കുകയാണ്. ഇത് വാച്ചറല്ല, ആ തേലിത്തോട്ടത്തിലെ ചെമ്പൻകൊല്ലിയാണ്. ഓക്കെ, സ്റ്റാർ മാജിക്കില് എന്താ madam? രസകരമായിട്ടുള്ള ഗെയിമിലേക്കാണ് പോവാൻ പോകുന്നത്. ആൻഡ് ഈ ഗെയിമിന്റെ പേരാണ് മൂവിംഗ് ഓൺ ടു ദ ഗെയിം, ആൻഡ് ദാറ്റ് ഈസ് കൊട്ടാ തട്ടാ പൊട്ടാ. അത് പൊട്ടപ്പൻ. മുട്ടയും തട്ടയും മനസ്സിലായി. പൊട്ടാന്ന് പറഞ്ഞത് തങ്കച്ചനല്ലേ? ഇല്ല ജിംഷേന. ഈ ഒരു ഗെയിമില് മൊത്തം 3 പേരായിരിക്കും ഒരു ടീമിൽ നിന്ന് വരണേ. ഒരു ടീമിൽ നിന്ന് ഒരാൾ ലൈക്ക് ഈ സെന്ററിൽ ഉണ്ടായിരിക്കും, ഇത് ഓപ്പോസിറ്റ് ടീം മെമ്പർ ആയിരിക്കും. ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ ടീമിൽ നിന്ന് തന്നെ 2 പേര് ആ കോളത്തിൽ വന്ന് നിൽക്കും. ഓക്കെ, ആൻഡ് ഇവിടെയും ഇതുപോലെ തന്നെ ആയിരിക്കും. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നിങ്ങൾക്ക് ഇതാ ഈ ഒരു കോരി, അങ്ങനെയാണ് പറയാ. ശ്രീവിദ്യയുടെ നാട്ടിൽ മാത്രം എന്താ പറയാ? ശ്രീവിദ്യ കാട്ടൻ കോരി. എന്ത് കോരി? കാട്ടൻ കോരി. അന്നാ ഈ കോരി വെച്ച് ശ്രീവിദ്യനെ അങ്ങോട്ട് കോരിക്കളയട്ടെ. 10 സിനിമ ചെയ്ത ഒരു സിനിമ നടി പറഞ്ഞിട്ട് കാട്ടൻകോരി. മനസ്സിലായോ? ഇല്ല, അത് ഓപ്പണായി പറയാലോ. കോഴിക്കാട്ടം, ആട്ടുംകാട്ടം. ഡോക്ടർ, അറിഞ്ഞില്ല താങ്കൾ ഈ കാട്ടത്തിൽ ബിരുദാനന്തര ബിരുദം എടുത്ത വിവരം ഞാൻ അറിഞ്ഞില്ലായിരുന്നു. സോ ഇന്നാണ് നമ്മളത് അറിഞ്ഞത്. ഗെയിം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കോരി എടുത്തിട്ട്, അതായത് ഒരു ടീമിന് നമ്മൾ ടോട്ടൽ 11 ബലൂൺസ് ആണ് അലോട്ട് ചെയ്ത് കൊടുക്കുക. 5 ബലൂൺ റെഡ് ആയിരിക്കും, 5 ബലൂൺ ബ്ലൂ ആയിരിക്കും, അങ്ങനെ ഒരു സ്പെഷ്യൽ കളർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. ഇവിടെയും അതുപോലെ തന്നെ. സപ്പോസ് അതൊരു യെല്ലോ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാൽ ഓരോന്നും ലൈക്ക് ഓരോ ബലൂണും ഇനീഷ്യലി നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തട്ടിയെടുത്തിട്ട് ഇങ്ങനെ തട്ടിയതിന് ശേഷം നമ്മൾ ആ ബലൂൺ ഈ കറക്റ്റ് ഈ കൊട്ടയുടെ ഉള്ളിൽ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ഇങ്ങനെ ക്യാച്ച് ചെയ്യണ പോലെ ആ കൊട്ടയുടെ ഉള്ളിൽ കളക്ട് ചെയ്യണം. കളക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ നിൽക്കുന്ന നിങ്ങളുടെ 2 ടീം മെമ്പേഴ്സിനും കൂടെ അത് കൊടുത്തിട്ട് അവർ 2 പേരും ബാക്ക് ടു ബാക്ക് ഇങ്ങനെ നിന്നിട്ട് ലൈക്ക് ഓപ്പോസിറ്റ് ഫേസിങ് നിന്നിട്ട് അത് പൊട്ടിക്കണം. ബാക്ക് കൊണ്ട് അത് പൊട്ടിക്കണം. അങ്ങനെ ഏറ്റവും ആദ്യം ഈ സ്പെഷ്യൽ കളർ ബലൂൺ പൊട്ടിക്കുന്ന ടീം ആയിരിക്കും ജയിക്കാൻ പോണേ. തങ്കൂന് ഏത് കളറാ വേണ്ടേ? എനിക്ക് ബ്ലൂ. ബ്ലൂവിന്റെ ആളാണല്ലേ? അതെ, ഇത് കോരുന്നതിന് മുമ്പ് ഇവിടെ കുറച്ചു മുമ്പ് അടിച്ച കോമഡിയൊക്കെ ആ കൊട്ടയിലാക്കി ഒന്ന് കൊണ്ട് കളഞ്ഞുതരാവോ? ഓക്കെ കാട്ടേഷ് കുമാർ. കാട്ടേഷ് സാർ. ഓക്കെ കാട്ടേഷ് സാർ. ഒരു ഇമ്പോർട്ടന്റ് കാര്യം കൂടെ നിങ്ങളുടെ അടുത്ത് പറയാം. സപ്പോസ് ഒരാളുടെ ഫേസ് ടു ഫേസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരാളുടെ ഫേസും ബോഡിയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ടച്ചും കൂടെ കൊടുക്കാം. ശരിക്കും സിംഗിൾ ടച്ച് പറ്റുള്ളൂ. പക്ഷെ ഇപ്പൊ ഫേസിന്റെ അവിടേക്ക് വന്നെങ്കിൽ തട്ടി മാറ്റണമെങ്കിൽ കുഞ്ഞിതായിട്ടൊരു തട്ടും കൂടെ തട്ടാം. കൊട്ടാ തട്ടാ പൊട്ടാ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. അവൾ ചെന്ന് അങ്ങ് കേറുക അങ്ങോട്ട്. അനു പറഞ്ഞിട്ടും കൂടി ഇല്ല. വെൽഡി. ആ ഓക്കെ, വാ വാ വാ. വെരി ഗുഡ് അനു. ആരാ? അവരെന്നെ മതി. വാണോട് ആൽബർട്ട്. ബ്രില്യന്റ്. പിടിക്കണ്ട. അനു വണ്ടർഫുൾ. പതുക്കെ പാടി മറന്നു പോകും. തങ്കം അത് കണ്ട അവള് കളിച്ചോ? ഗെയിം ജയിച്ചു.
വേണ്ട, ഒരാള് രണ്ടുപേരും മതി. കാണിക്കണവള് ഇവളെന്താ കാണിച്ച ഇവള് ഞാൻ തട്ടിയതാണ് ചേട്ടൻ പോയി കഴിച്ചു പിടിച്ചത്. ഒരു സെക്കൻഡ്, ഇതെന്തറിയോ തോൽപ്പിക്കാനായിട്ട് ഇറങ്ങിക്കോളൂ. ഇതെന്താന്നറിയോ, അനുവിന് കുറച്ച് കോൺഫിഡൻസ് പെട്ടെന്ന് വന്നു. അനു ഇങ്ങനെ നൈസായിട്ട് കളിക്കണോ. അല്ല ശരി, അത് ശരിയാ. അത് മാത്രമല്ല ഞാൻ കോഴിനെ പുള്ളിയാണ് പിടിച്ചത്. എന്തായാലും അങ്ങനെ കോരാനില്ലുണ്ട്. പലരും അങ്ങനെ കോരാനുള്ള മനസ്സ് കാണിക്കാറില്ല. കുട്ടി കോരാനുള്ള മനസ്സ് കാണിച്ചില്ലേ? ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ് താങ്കോ ആന്റി. ഇപ്പൊ മനസ്സിലായി ഇവിടെ അഭിനയമാണെന്ന് എല്ലാരും പറയുന്നത്. അല്ല, മണ്ടത്തരമാണിത്. ഇപ്പൊ കണ്ടില്ലേ മണ്ടത്തരം കാണിച്ച് ജയിക്കേണ്ട കളിയല്ലേ അത്? അല്ല, മണ്ടത്തനല്ല, അവളെ മണ്ടി ആക്കിയതാ തങ്കച്ചൻ. അപ്പോ പൊട്ട പൊട്ടാ. ഈ ഒരു ഗെയിമിൽ ഇനി അഭിമാന പുരസ്സരം ഗെയിം കളിക്കാനായി എത്തുന്നു ബിനീഷ് ബാസ്റ്റിൻ ചെലങ്ക. ഇപ്പോഴാണ് ഈ ഗെയിമിന്റെ പേര് കറക്റ്റ് ആയത്. ഒരുപാട് ഷവല് പിടിച്ച കൈയാണ്, തോക്കൂല. ശരി ബിനീഷ്, നിന്റെ കയ്യിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, പക്ഷെ നിന്റെ തലയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഈ കളി ജയിക്കുകയാണെങ്കിൽ ഞാൻ ചിലങ്കന്റെ അടുത്ത് പൊക്കും. ചിലങ്ക ജയിക്കുകയാണെങ്കിൽ എന്നെ പൊക്കുവോ? നിന്നെ പോലീസ് പൊക്കിക്കോളും. പോകത്തില്ല, ഞങ്ങൾ ജയിക്കും. തോറ്റാലും ജയിച്ചാലും ഞാൻ ഒന്ന് പൊക്കിക്കോട്ടെ, എനിക്ക് ആരോഗ്യമുണ്ടേ. വേണ്ട, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. ഒത്തില്ല. നിന്നെളിഫിനാകാതെ നേരത്തെ തോറ്റിട്ടിഞ്ഞ് പോരെ. നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ചിലങ്കയ്ക്കും നമ്മുടെ ടീമിനും ഓൾ ദ ബെസ്റ്റ് ആൻഡ് കൗണ്ട് ഡൗൺ പ്ലീസ്. കളർ കൊടുത്തേ. റെഡ് ടീമിന് റെഡ്, ചിലങ്കയ്ക്ക് ബ്ലൂ. ചിലങ്ക ബ്ലൂ. ആട്ടി മനമേ. ഓക്കെ. പോടാ. അല്ലല്ല, നിങ്ങള് ശ്രീവിദ്യ, നിങ്ങൾ മാറൂ, ഇവിടെ മാറൂ. പുതിയ ആൾക്കാര്. No. വെരി ഗുഡ്. എടാ പോടാ. ആ പൊട്ടനൊക്കെയാണോ അത്? പിന്നെ പൊട്ടാന്നല്ല, പിന്നെ എന്തുവാ വിളിക്കുന്നത്? താഴെ വെക്കടാ. അല്ലല്ല, കൊണ്ടോ. ചിലങ്ക ഫൗള് കാണിക്കുന്നുണ്ട്. ഓക്കെ വേപ്പ. അങ്ങനല്ല, രണ്ട് തട്ട് വെട്ടാൻ പാടില്ല, ഒറ്റ പൊക്ക്. ചിലങ്ക കൊട്ട. തലയില് ഇടിക്കരുത്. This game was nice actually. പക്ഷേ ബിനീഷ് നന്നായിട്ട് കളിച്ചു കേട്ടോ. കളിച്ചു അല്ലേ? വീണൊക്കെ കളിച്ചു. പിന്നെ ബുദ്ധിയില്ലാത്തൊരു കളി മാത്രമല്ലേ പറ്റുള്ളൂ. നന്നായിട്ട് കളിക്കുന്നവർ ഒരിക്കലും തോൽക്കില്ല. അത് കാരണം ബിനീഷ് ബാസ്റ്റിൻ ഇവിടെ തോറ്റിട്ടുണ്ട്. അതാണ് ഗെയിമിന്റെ പേര്. ഒന്നുകൂടെ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒന്നുകൂടെ പറയൂ. കൊട്ട തട്ട പൊട്ട. ടീം ഇവിടെ കളിച്ചത് ജെനുവിൻ ആയിട്ടുള്ള പ്ലേ ആയിരുന്നു. ചിലങ്ക അറിയാതെയോ 2 ഫൗള് ചെയ്തിട്ടുണ്ട്. അത് സുമേഷ് ചേട്ടനൊക്കെ അറിയായിരിക്കും. ഇതിൽ 2 ഫൗള് ചിലങ്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് കൊണ്ട് തന്നെ ഇതിൽ പോയിന്റ് വന്നിട്ടുള്ളത് ടീമിനാണ്. ഗുഡ് ജോബ്. അപ്പൊ ഞാൻ പൊട്ടനാ. ആറവനെ പൊട്ടാന്ന് വിളിച്ചേ. ഇതിനകത്ത് പൊട്ടനല്ല, പൊട്ടിയാണുള്ളതല്ല. അവള് പൊട്ടത്തരം കാണിച്ചോണ്ട് നീ രക്ഷപ്പെട്ടു. ഞാൻ പൊട്ടനാ. ലോക പൊട്ടനാണ്. ഈ ഗെയിം കളിച്ചപ്പോൾ എന്റെ ബുദ്ധി കുറെ നഷ്ടമായി. പിന്നെ ലോസ് ആയോ? ടോട്ടൽ ലോസ് ആയല്ലോ. ഓക്കേ,
അപ്പൊ എന്തായാലും ഇനി ദേവിക്കുട്ടിയും വന്നിട്ടുണ്ട്, ആതിരയും വന്നിട്ടുണ്ട്. രണ്ടുപേരും തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ ആണ്. ഇപ്പം 1-1 എന്നുള്ള രീതിയിലെ പോയിന്റ് പോണം കേട്ടോ. ഇതിലറിയാം ഏത് ടീമാർക്ക് ലീഡ് ചെയ്യാന്നുള്ളത്. ആൻഡ് യുവർ ടൈം കൗണ്ട് ഡൗൺ പ്ലീസ്. ആതിര, ഇത് പാതിരയാക്കാണ്ട് പെട്ടെന്ന് തീർത്തേക്കണം. ഒരു തട്ടരുത്. രണ്ട് തട്ട് തട്ടരുത്. ഒറ്റ പൊക്കം കിട്ടും. പിന്നെ അതങ്ങ് പതുക്കെ അത് അങ്ങനെ എടുക്കും. ഓക്കെ ചെടികളിൽ ഞാൻ ശരിയാ ഉത്തരം ഞാൻ പറഞ്ഞില്ലേ. ഇനി അത് തന്നെ സെയിം. അടിപൊളി. നിങ്ങൾ പെട്ടെന്ന് ഓടിക്കിട്ടോ. ഒരേ കൂടെ താഴെ വെക്ക്. കുറച്ച് താഴെ വെക്ക്. good job. വെരി ഗുഡ് മോളെ. എന്റെ ദേവി Yes, Elena. Yes, എടുക്ക. Okay. അതായത് ഇത് ഇവിടെ വന്നതിന് ശേഷമാണ് പൊട്ടിക്കേണ്ടേ. പക്ഷെ ഇവിടെ വന്ന് കൊട്ടയിൽ വീണ ഉടനെ അത് പുറത്ത് ചാടിയപ്പോ വീണ്ടും എടുത്തു കയ്യിൽ. ഒന്നുമില്ല, ഞങ്ങളെ കണ്ണുകൊണ്ട് കണ്ടു. ബലൂൺ ജമ്പിങ് ഔട്ട്സൈഡ് ബലൂൺ. Get out house. പത്മശ്രീ കൂടുതൽ പ്രസംഗിക്കുന്നു. ഈ സത്യസന്ധതയുടെ കാര്യം മനു എടുത്ത് പറഞ്ഞത് കൊണ്ട് തന്നെ അതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് നമ്മൾ എത്താൻ പോവാണ്. അനു അത് ചൂണ്ടിക്കാണിച്ചത് വളരെയധികം നന്നായി. ഒരു വാലിഡ് പോയിന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു പോയിന്റ് പോകുന്നത് അനുവിന്റെ ടീമിലേക്കല്ല. കൺഗ്രാറ്റുലേഷൻസ് ടു നമ്മുടെ ആതിര നിനക്ക് ഇതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ലീഡ് ചെയ്തോണ്ടിരിക്കുന്നത് നിങ്ങളുടെ ടീമാണ്. ഇനി ഈ ടീമിൽ നിന്ന് അജൂബ് ഷാ ചേട്ടൻ എന്തോ പറയുന്നു. നമ്മള് ആകാശദൂതിലെ പിള്ളേരാണ്. നമ്മൾ ആർക്കും വേണ്ട, നമ്മളെ ഏറ്റെടുക്കാൻ ആരുമില്ല. നമ്മള് കളിച്ച് ജയിച്ചാലേ പറ്റൂ. കൗണ്ട് ഡൗൺ പ്ലീസ്. പൊട്ടലും പണ്ടലും. കാണിക്കണവൻ ഈ ജിഷിച്ചേട്ടൻ എന്തോ കാണിക്കുന്നേ? കളത്തരം കാണിക്കരുത്. ബഹളി വേണ്ട ബുദ്ധിമതി. അത്രേ ഉള്ളൂ. മൂന്ന് ഫൗൾ. വല്ല കാര്യമുണ്ടോ അത് കാണിക്കാൻ പോയിട്ട്? നല്ല നോക്കണേ. ഹലോ പോലീസ് സ്റ്റേഷൻ, ഇവിടെ തമ്മിത്തല്ല് നടക്കുന്നു. ഇനിയൊന്നും ചെയ്യാൻ പാടില്ല. വാട്ടർ പ്ലേ. വണ്ടർഫുൾ. പിന്നീട് ഇതിന്റെ റിസൾട്ട് ഞങ്ങൾക്കൊന്ന് കേൾക്കണം. റിസൾട്ട് ഞങ്ങൾ ഇപ്പൊ പറയാം. ഇയാള് ഫുള്ള് ഫൗളാട്ടോ. ഈ പച്ച നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി നമ്മൾ മത്സരിക്കാം. പക്ഷെ മറ്റതല്ലേ, അത് ഒരാള് എടുത്തു കഴിഞ്ഞാൽ അത് തട്ടിക്കളയാനോ തട്ടിക്കളയാൻ പാടില്ലെന്ന് പറഞ്ഞില്ല. ഇതിലെ ഗെയിമിന്റെ ഒരു രീതി എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും ആദ്യം ഇത് കോരി എടുത്തിട്ട് സിംഗിൾ ടച്ചിൽ ഇത് നമ്മുടെ കൊട്ടയിൽ വീഴണം എന്നുള്ള ഒരു റൂള് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. റൂൾസ് ആൻഡ് റെയിൽവേ സ്റ്റേഷൻ. പക്ഷേ ലാസ്റ്റ് ബലൂൺ പൊട്ടിയ രീതിയിൽ ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ബട്ട് നമ്മളിവിടെ പറയും ജിഷിൻ ചേട്ടൻ ബ്രില്യന്റ് ആയിട്ട് ഈ ഒരു ഗെയിം കളിച്ചു അല്ലേ. ഗുഡ് ജോബ്.
ചുമ്മാ അവൻ തട്ടി തട്ടി കളഞ്ഞാണ്. പക്ഷെ ലാസ്റ്റ് ഒരു ചെറിയൊരു ജിഷൻ ചേട്ടൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ അതുവരെ നല്ല മൂവ് ആണെങ്കിലും ലാസ്റ്റ് മാത്രം ഒരു ഡബിൾ ടച്ച് വന്നിട്ടുണ്ടായിരുന്നു. അത് കാണാൻ പറ്റും. ആ ലാസ്റ്റിൽ ആ ഒരു പ്ലേ മാത്രം, നിങ്ങളുടെ ഈ ഒരു പ്ലേ നമ്മൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ്. പക്ഷെ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഗെയിം കളി. ഓഫ് കോഴ്സ് അത് അങ്ങ് പോയല്ലോ. ഔട്ട് കളയല്ലേ. ബലൂൺ പൊട്ടി അവർ തോൽക്കൂട്ടോ. തല അജൂബ് ഷാ. എടുത്തോ. അതിനെ താഴെ വീട്ടല്ലേ എടുക്കാൻ പറ്റുള്ളൂ. എടാ ജിഷ, നിന്റെ മേലോട്ട് വലിച്ചാ വരുവടാ. അവന്റെ വരൂലടാ. എടാ നിന്റെ മേലോട്ട് വലിച്ചാ വരുവടാ, അവന്റെ വരൂല. ഇനി എടുത്തിടാ. തല നോക്കണം. അതിനത് ഇടാൻ പറ്റില്ല. അതിന് കളത്തിൽ കയറ്റിയാലേ ഇടാൻ പറ്റുള്ളൂ. രണ്ട് ടീമും ഗംഭീരായിട്ട് കളിച്ചു. ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ അത് ഭയങ്കര വാശിയേറിയൊരു പോരാട്ടമായിരുന്നു കേട്ടോ. രണ്ട് ടീമിനും ഒരു ബിഗ് അപ്ലോസ്. രണ്ടുപേരും വിന്നേഴ്സ് ആണ്. പക്ഷേ ഇതിൽ നമ്മളൊരു പോയിന്റ്, ഒരു ക്ലോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ബലൂൺ നമ്മൾ ടേക്ക് കെയർ ചെയ്യണം, അത് പൊട്ടിപ്പോരുത്. പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളും പൊട്ടും എന്നുള്ളൊരു കാര്യം. നമ്മൾ ക്ലൈമാക്സിലേക്ക് വരികയാണ്. ശരിക്കും ഇത് അസാധുവാക്കി കളഞ്ഞു. ലൈക്ക് ഈ ഒരു റൗണ്ട് തന്നെ. കാരണം അത് 0-0 പോയിന്റിലേക്കാണ്. അത് എന്ത് കാര്യമാണെന്ന് പറയാം. എന്റെ മേഡത്തിനാണെങ്കിൽ പേടി അവനെ നോക്കിയിട്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് അപ്പീല് പോകാനുണ്ടെങ്കിൽ അവിടെ ഷോ ഡയറക്ടർ ഇരിക്കുന്നുണ്ട്. അപ്പീല് ഞങ്ങൾ ഉച്ചയ്ക്ക് പോയായിരുന്നു. ലാസ്റ്റ് റൗണ്ട് നമ്മൾ കൂട്ടുന്നില്ല. സോ ഓൾ ടോട്ടൽ പോയിന്റ്സ് നോക്കുമ്പോൾ 2 പോയിന്റ്സ് നിങ്ങളുടെ ടീമിനും 1 പോയിന്റ് ഇവിടെയാണ്. ദാറ്റ് മീൻസ് ഈ ഒരു ഗെയിം കഴിയുമ്പോൾ ജയിച്ചിട്ടുള്ളത് തങ്കച്ചൻ വിദ്ര ആൻഡ് ടീം. പക്ഷേ ഇതിലൊരു ഐഷു എന്നെ അവിടെ ഇരുന്ന് പിച്ചിക്കൊണ്ടേയിരിക്കുകയാണ്. ഐഷുവിന് ഈ ഗെയിം കളിക്കണം, ഐഷുവിന്. അതുകൊണ്ട് തന്നെ നമ്മളപ്പം റിസൾട്ട് പറയാറാവണമെങ്കിൽ ഒരു റൗണ്ടും കൂടെ കഴിയണം. ഒപ്പം ശ്രീവിദ്യം വരും ചേച്ചി ഐഷുവിന്റെ കൂടെ. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ദ ഫൈനൽ റൗണ്ട് ഓഫ് കൊട്ട തട്ട പൊട്ട. യുവർ കളർ ഇസ് റെഡ്, ഐഷുസ് കളർ ഇസ് ബ്ലൂ. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. വെരി ഗുഡ്. അവിടെ കുറച്ച് കയറ്റി ഇവിടെ വന്നിക്ക്. ഉള്ള കളിയുടെ തോൽപ്പിക്കാൻ രണ്ടുകൂടെ. വെണ്ടി അയ്യോ ഓക്കെ. എനിക്ക് കളത്തിൽ കൊണ്ടുപോവാ. ആ ടെലിഫോൺ ബൂത്തിന്റെ അവിടെ നോക്കി. ഫോൺ വിളിക്കാൻ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എടാ സത്യസന്ധമായി കളിച്ചപ്പോ ഞങ്ങൾ ജയിച്ച്. ഇതെങ്ങനെ സാധിക്കണു? കളഞ്ഞിട്ട് പോയിണ്ടാ. ആണല്ലേ? ശരി സാർ. ഞങ്ങൾ മാത്രം വിചാരിച്ചാൽ പറ്റോ? കൂടെയുള്ള കാര്യങ്ങളും കൂടെ വിചാരിക്കണ്ടേ? വച്ചിട്ട് പോടാ. എല്ലാം കൂടെ ഇപ്പൊ ടൈ വന്ന് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തില് നമ്മളിപ്പോ എന്ത് ചെയ്യും? കാരണവന്മാരെ ഇറക്കാം. ഫൈനൽ സുമേഷ് ഏട്ടനും ഉല്ലാസ് ഏട്ടനും കളിക്കട്ടെ. കറക്റ്റ് പോയിന്റ്. സുമ ആൻഡ് ഉല്ലാസ് ഏട്ടൻ. ഞാൻ ചോദിക്കട്ടെ, കാരണന്മാരെ ഇറക്കാന്ന് പറഞ്ഞു. ഇവിടെ കാരണവരാ? അവിടെ ഓക്കെ ഒരു അല്ല, ഞാൻ പിള്ളേരോട് പറയുമായിരുന്നു, ഇവിടുന്ന് ഞാൻ എങ്ങനെയും എടുത്തുകൊണ്ട് തരാം, നിങ്ങൾ കൂട്ടായ ചന്തിപ്രയോഗം കൊണ്ട് ഇത് പൊട്ടിച്ചു തന്നാൽ മാത്രം മതി. Okay, ഉല്ലാസ് ഏട്ടൻ റെഡ് ആൻഡ് സുമ ബ്ലൂ. Okay, count down please. 3, 2, 1.
ഉല്ലാസ് ഉല്ലാസ് ഉല്ലു 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 ഉല്ലാസ് ഉല്ലാസ് ബുദ്ധി 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 ആരോഗ്യമല്ല ബുദ്ധി യാ 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 വെൽഡൻ 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 ഇതില് ഗെയിം ജയിച്ചിട്ടുള്ളത് ഉല്ലാസ് പന്തളം ആന്റി. സമയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കിട്ടുണ്ണിയായിട്ട് ഇങ്ങനെ വരാനുള്ള സമയമായിട്ടുണ്ട്. എന്ന് വെച്ചാ ഇന്ന് കൈ നിറയെ സമ്മാനങ്ങളുമായിട്ട് നമ്മുടെ ജയിച്ച ടീമിനെ, തങ്കുവിന്റെ ടീമിനെ കാണാനായിട്ട് കിട്ടുണ്ണിയേട്ടാ. ഇവിടെ ഇപ്പൊ തമാശയൊന്നും ഉണ്ടായില്ലല്ലോ, പിന്നെ എന്തിനാ അങ്ങനെ ചിരിച്ചേ? അങ്ങനെയാണെങ്കിൽ ജന്മത്തിലേക്ക് ജനിക്കാൻ പറ്റൂല. ഇവിടെ വല്ല തമാശയുണ്ടാ? ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് അലച്ചോണ്ടിരിക്കുന്ന കഷ്ടം തന്നെ നിങ്ങളെയൊക്കെ കാര്യം. കുട്ടുണ്ണിച്ചേട്ടാ ഞാനൊരു പാട്ട് പാടിക്കോട്ടെ, കഴിഞ്ഞ പ്രാവശ്യം കൊണ്ട് പാടിപ്പിച്ചില്ല. അണ്ണാക്കിൽ ഞാൻ പഴം കുത്തി കയറ്റി അവിടെ പോയിടാ. ഇവിടെ സംഭവം വെച്ചാൽ ഞങ്ങൾ ഗെയിം കളിച്ചപ്പോ ഈ ഉല്ലാസ് പന്തളം എന്ന് പറയുന്ന വ്യക്തി എന്നെ ചീത്ത വാക്കുകൾ കൊണ്ട് അപമാനിച്ചു. ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് കൊടുക്കണം നമുക്ക്. ഇല്ല നിന്നെ കണ്ട ആർക്കായാലും ഒന്ന് തെറി വിളിക്കാൻ തോന്നും. ഞങ്ങള് വളരെ ഗംഭീരമായിട്ട് തന്നെ കളിച്ച് ഞങ്ങളാണ് ജയിച്ചത്. അപ്പൊ ഞങ്ങൾക്ക് കട്ടിയായിട്ടുള്ള സമ്മാനം തന്നെ തരണം. കട്ടിക്ക് തരാം. നീ താഴെ നിന്ന് മാറിയിരിക്കൂ. മൂത്രം ഒഴിക്കണം. ഈ മിണ്ടാതിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും ഉപദേശം കൊടുക്കാറുണ്ടോ? അടിയിൽ തീയിട്ടു അപ്പൊ വയ്യോന്നെങ്കിലും വിളിക്കും. കിട്ടുന്നേട്ടാ നമ്മുടെ ബിനീഷിനെ നമുക്ക് എങ്ങനെ ഒന്ന് ശരിയാക്കി എടുക്കാൻ പറ്റും? ബിനീഷ് ബാസിനെ ശരിയാക്കി എടുക്കാൻ ഈ ലോകത്ത് ഒരു ശാസ്ത്രത്തിനും അതിനുള്ള കഴിവില്ല മോനെ. അനുഭവിക്കുക അത് തന്നെ. ശാസ്ത്രം തോറ്റു മനുഷ്യൻ ജയിച്ചു. അപ്പൊ ഇന്നത്തെ ഉപദേശത്തിന് നന്ദി. സമ്മാനം എടുത്തോ. ഉല്ലാസേട്ടന്റെ ടീമാ. വരൂ വരൂ. എടുത്തോ. എന്റെ പിറത്ത് തുടരുതേ. ഇല്ല ഇല്ല ഇല്ല. പതുക്കെ കൈയിട്ടെടുത്തോ. രോമാഞ്ചം രോമാഞ്ചം. ഇല്ല ഞാനും കൂടെ ഇവിടെ നിന്ന് പുഴുക്കാം നിങ്ങളെ പോലെ. പിന്നെ എനിക്ക് വേറെ ജോലിയുണ്ട്. ഈ കയ്യില് കിടക്കുന്ന സ്വർണം തന്നെയാണോ? അല്ലടി മുക്ക് നിന്നെ പോലെ. അധികം നേരം നിക്കണ്ട, അതും കൂടെ അടിച്ചു മാറ്റും. ഇനി വരുമ്പോഴേ അനുകുട്ടിക്ക് ഒരു സംബന്ധം കൂടെ കൊണ്ടുവരണേ. ആരെ കവുക്ക? എന്നിട്ട് വേണം അവന്റെ വായിരിക്കുന്നേ കൂടെ ഞാൻ കേൾക്കാൻ. കിട്ടുന്നേട്ടാ ചുണ്ടിൽ ലിപ്സ്റ്റിക് കെട്ടിട്ടുണ്ടല്ലോ ഈ പ്രാവശ്യം. കൊള്ളാം കേട്ടോ. അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. അനു എന്തോ നീ മേക്കപ്പിന് എടുക്കുന്നതിന്റെ പകുതി എഫർട്ട് ഈ ഫ്ലോറിൽ എടുത്തിരുന്നെങ്കിൽ നിനക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയെന്നെ. ഞാൻ ശ്രമിക്കുന്നുണ്ട് കിട്ടുന്നേട്ടാ, പക്ഷെ കിട്ടുന്നില്ല. കിട്ടുണ്ണി എന്താണ് ഈ സിക്സ് പാക്കിന്റെ രഹസ്യം? മേനക ചേച്ചി, ഞാനും മേനക ചേച്ചിയെ പോലെ പ്യുവർ വെജിറ്റേറിയൻ ആണ്. അതാണ് എന്റെ സിക്സ് പാക്കിന്റെ രഹസ്യം. കിട്ടുണ്ണി ചേട്ടാ, ഈ അനുമോള് ചോദിക്കണേ കിട്ടുണ്ണി ആണാണോ പെണ്ണാണോ ഒന്ന്? അവളുടെ അടുത്ത് വരാൻ പറ, ഞാൻ കാണിച്ചു തരാൻ പറ. ചേട്ടാ നമ്മൾ ഉല്ലാസ് പന്തളത്തിന്റെ വയറെങ്ങനെ കുറക്കാൻ പറ്റും? അതിപ്പോ കുറച്ചിട്ടിപ്പോ നിനക്കെന്തൊരു വേണം? ഒന്ന് കാണാൻ സുഖം. ആദ്യം വയറ്റിലോട്ട് പോവാൻ വല്ല ഉണ്ടാക്കാൻ നോക്കടാ, വയറ് കുറയ്ക്കാൻ കിട്ടുന്നേട്ടാ ഇനി വരുമ്പോഴേ എന്നെ കൂടെ തിരിച്ചു കൊണ്ടുപോവോ ഇവിടുന്ന്? എവിടാ?
തിരിച്ചു പോകുമ്പോ എന്നിട്ട് വേണം നിങ്ങൾ കടന്ന് മരിക്കാൻ. അതെ 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 അതെ. ആ ദേവലോകം നശിപ്പിക്കും. അത് തന്നെ, അവിടെയെങ്കിലും ഒന്ന് സമാധാനമായിട്ട് കിടക്ക്. എന്നാലും ചേച്ചിയെ ഞാൻ സമ്മതിച്ചു കേട്ടാ. അതെ, വീണ്ടും ഇവര് വിളിച്ചപ്പോ വന്നല്ല. അയ്യോ ആ കിട്ടുണ്ണിയെ കാണാൻ തന്നെയാ വന്നത് കേട്ടോ. അതല്ലേ? ഇവരുടെ എങ്ങനെ സഹിച്ചിരിക്കുന്നു ചേച്ചി? അത് തന്നെ, എനിക്കും അതാണ് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത്, ഇത് എങ്ങനെ സഹിക്കുന്നു എന്നുള്ളതാ. ചേച്ചി നമുക്ക് അടുത്ത എപ്പിസോഡിലെങ്കിലും തങ്കച്ചനൊരു സംബന്ധം ആലോചിക്കണം കേട്ടാ. കേരളത്തിൽ നിന്ന് കിട്ടുമെന്ന് തോന്നുന്നില്ല, നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് പിടിക്കണം. ഇനി പുതിയ ഒരു സ്റ്റേറ്റ് കണ്ടുപിടിക്കണം അവന് വേണ്ടിട്ട്. അവരെ ഇങ്ങനെ നിർത്തിയാ പറ്റൂല. അപ്പൊ ഞാൻ പോണേ. ടാറ്റാ. നിന്റെയൊക്കെ അടുത്ത് വന്നിട്ട് എനിക്ക് ലെവലും കിട്ടുന്നില്ലല്ലോ. ഹലോ, സൈറ്റ് പിടിച്ചു പോവാ. ഓക്കെ, അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്. Thank you. ജയിച്ച ടീം എനിക്ക് തോന്നുന്നു വിഷു കഴിഞ്ഞിടം പോലെ സ്വർണ്ണ കോയിന് എന്താ ഇവിടെയൊക്കെ നോക്കുന്ന ചേച്ചി? നോക്കാൻ പാടില്ലേ ചേച്ചി? എടാ നിങ്ങൾ സമ്മാനം മേടിക്കുമ്പോ ഞങ്ങൾ ആ ഏരിയ പഞ്ചാര മിഠായി എന്തൊരു പഞ്ചാര മിഠായി, ഷുഗർ ഒന്ന് കഴിക്കല്ലേ? ഷുഗറല്ലേ? അല്ല, ഷുഗറായിട്ടും കഴിക്കാൻ പറ്റില്ല. ഇവർക്ക് സ്വീറ്റ് ആണെങ്കിൽ ഇവർക്ക് കുറച്ച് സ്പൈസി ആയിരിക്കും. സോ ഇവർക്കുള്ള സമ്മാനമാണ്. തോറ്റതിന് ഇനി തോൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റിമൈൻഡർ. ഞങ്ങൾ സ്ഥിരമായിട്ട് ജയിക്കുകയും തല്ലുകയൊക്കെ ചെയ്ത് ഞങ്ങൾ മടുത്തു. ആ മടിപ്പ് ഇപ്പൊ മാറ്റി തരണം. നിന്റെ ആ മടിപ്പും ക്ഷീണവും ഒക്കെ ഇപ്പൊ മാറ്റി തരാം. അങ്ങേറ്റത്ത് എന്ത് അങ്ങേറ്റം ഞാൻ തീരുമാനിച്ചോളാം. തീരുമാനിച്ചോളോ? എന്നടാ ഈ തീരുമാനിക്കണേ? ഞാൻ ചോദ്യം ചോദിക്കാം. അത് പൊളിയും ചെയ്യുന്നു. അവിടെ നിന്ന് പറഞ്ഞേന്ന് കേട്ട് പറയാനല്ലേ? ഇല്ല, അയ്യോ, അത് ഇന്നേറല്ല, ചെവിയേക്കാനുള്ള മെഷീനാണത്. അല്ല അങ്ങനെയല്ല, എനിക്കിത് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് വെച്ചാ മതി. ഞാൻ ചോദിക്കട്ടെ. ഹലോ കമ്പനി, ഹലോ, എനിക്ക് ഇവിടെ ഒരു പരിപാടി ഇറക്കി കളഞ്ഞു, എനിക്കിത് വെക്കണ്ടേത് വേണ്ട. അല്ല, തങ്കച്ചൻ ഇത്രയും കാലം ജയിച്ചത് ഈ മൈക്ക് കൊണ്ടാണ്, ഈ ചെവിയിൽ വെച്ചിട്ടാണ്? അല്ല, അവള് വെറുതെ 90% ആണല്ലേ? ചോദിക്കട്ടെ, തങ്കച്ചന്റെ സ്വന്തം ആണെങ്കിലും ഉപയോഗിക്കുന്നത് മറ്റുള്ളവരാണ് കൂടുതലും. അനുക്കുട്ടി, ഏച്ചങ്കാട്. തെറ്റാണ് കേട്ടാ, ആൻസർ തെറ്റാണ്. അതിന് എന്തായിരുന്നു ആൻസർ? പേര് അല്ല, തങ്കച്ചന്റെ സ്വന്തം ആണെങ്കിൽ ഉപയോഗിക്കുന്നത് മറ്റുള്ളവരല്ലേ കൂടുതലും. പേര്, തങ്കച്ചന്റെ പേര്. ഞാൻ പറഞ്ഞില്ല. അനുക്കുട്ടി എന്ന് പറഞ്ഞ എന്തിനാ പിന്നെ? തങ്കച്ചൻ ഉപയോഗിക്കുമല്ലോ. തങ്കച്ച, തങ്കിന്റെ പേരെന്താണ്? എന്റെ പേര് തങ്കച്ചൻ. ഇയാളിപ്പോ പറഞ്ഞില്ലേ? അല്ല, ഒരു ദിവസം എത്ര പേര് പേരെന്താണ്? തങ്കച്ചൻ. പേരെന്താ? തങ്കച്ചൻ. പേരെന്താ? തങ്കച്ചൻ. ഏറ്റവും കൂടുതൽ ഇപ്പൊ തങ്കച്ചനാണ്. തങ്കച്ചൻ. ഹലോ, എന്താണ് പേര്? എന്റെ പേര് തങ്കച്ചൻ. എന്താണ്? തങ്കച്ചൻ. കേട്ടില്ല. കേട്ടില്ല. തങ്കച്ചൻ. കേട്ടില്ല, കേക്കാൻ വയ്യ. തങ്കച്ചൻ. കുറച്ച് പറയൂ. ഓ അയ്യോ, ഇത് കമ്പിളിപ്പത് പോലെ ആയിപ്പോല. തങ്കച്ചൻ. ആ, തങ്കച്ചൻ. കേട്ടു. കൂടെ മകിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുന്നുണ്ട്. എന്താ സതീശൻ? ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ എവിടുന്ന് ഇടണോ? അനു, അയ്യോ കുട്ടി പിണങ്ങി. വാട്ട് ഈസ് ദിസ്? ദിസ് വാട്ട്? തങ്കച്ചൻ ചേട്ടന്റെ വീട്ടിൽ ഞാൻ വന്നപ്പോ തങ്കച്ചൻ അവിടെ പോയി ചോദിച്ചു. അപ്പൊ തങ്കച്ചന്റെ അച്ഛൻ പറഞ്ഞു തങ്കച്ചൻ പുറത്ത് പോയെന്ന് പറഞ്ഞു. അപ്പൊ തങ്കച്ചനോട് എവിടെ പോയി ചോദിച്ചു. അപ്പൊ തങ്കച്ചൻ അവിടെ പറഞ്ഞു. ഞാൻ ഒരു കടയിൽ ചെന്ന് ചോദിച്ചു, തങ്കച്ചനെ കണ്ടെന്ന് ചോദിച്ചു. അപ്പൊ അവരും പറഞ്ഞു തങ്കച്ചൻ പറഞ്ഞു. മിസ്റ്റർ തങ്കച്ചൻ, അവിടെ ഇരുന്നോളൂ. എന്താണ്? എവിടെ ഇരിക്കാൻ? അവിടെ കുഴപ്പമെന്താ? ഈ ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞതിന് അടി എവിടെ? അലവനെന്ന് ചോദ്യം കമ്പനി ആര് പറഞ്ഞു ഉത്തരം പറയാൻ? അങ്ങനെയുള്ള ഒരു റൂൾ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ചോദ്യം ചോദിക്കാൻ നിയമമുണ്ടോ? ചോദ്യം ചോദിക്കാൻ അവിടെ നിന്ന് പറഞ്ഞിട്ടാണ് ചോദ്യം ചോദിച്ചത്. അപ്പോ ഈ ഇല്ലില്ല, ഇവിടെ തീരുമാനങ്ങൾ അവിടെ നിന്നാണ്. ഇതിൽ ഇവിടെ ചോദ്യം ചോദിക്കാൻ നിയമമല്ല, അടിക്കുക, അതാണ് നിയമം. ഞാൻ ഉത്തരം പറഞ്ഞില്ലല്ലോ. അങ്ങനെ സംസാരിക്കല്ലേ, അങ്ങനെ സംസാരിക്കല്ലേ. ഞാൻ അങ്ങനെ സംസാരിക്കും. ഹലോ, രണ്ടുപേരും പോയിരിക്കും. അടുത്തോളം ഇറങ്ങോ. ഒന്നുകൂടെ മൂപ്പിച്ചെങ്കിൽ ഒരെണ്ണം കൊടുക്കരുത്. റെഡി, അടുത്ത ആള്. കണ്ടുവിടാ. അയ്യോ, ഞാൻ വിളിച്ചില്ലല്ലോ. അപ്പൊ കോംബോ ആയല്ലേ. കമോൺ, ഞാൻ കുട്ടിയോട് ചോദ്യം ചോദിക്കാൻ വേണ്ടി പോണേണ്. ഉല്ലാസേട്ടൻ
ഇതിന് ഉത്തരം പറഞ്ഞാൽ ഉല്ലാസേട്ടൻ കുരങ്ങൻ. ആയിക്കോട്ടെ, ഞാൻ കുരങ്ങനാണ്. ഒരാള് വലിയക്കാട്ടൊരു മാങ്ങയോ? മാവ് അതിൽ നിറച്ചു മാങ്ങയാണ്. ഒരുപാട് മാങ്ങയുണ്ട്. ശരി, ഒരുപാട് മാങ്ങയുണ്ട്. കുട്ടിവറ ഒരുപാട്. മാവില് മാങ്ങ അല്ലാതെ തേങ്ങയാണ് ഇരിക്കുന്നത്. വലിയ മാവ് അതിൽ ഒരുപാട് മാങ്ങയുണ്ട്, അല്ലാതെ തേങ്ങയാണ് ഇരിക്കുന്നത്. പഴുത്ത മാങ്ങയുണ്ട്, പച്ച മാങ്ങയുണ്ട്. അപ്പൊ അയാൾ കേറി മാങ്ങ പറിച്ചു. എണ്ണാറായപ്പോ ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നു. എത്ര മാങ്ങ പറിച്ചു? അയാൾ ഒരുപാട് മാങ്ങ പറിച്ചു. ഓ, അല്ലേ? അയാൾ മാങ്ങ പറിച്ചു. എണ്ണാറായപ്പോ ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നു. എത്ര മാങ്ങ പറിച്ചു? 48 മാങ്ങ. കൊരങ്ങനാന്ന് പറഞ്ഞായിരുന്നു. കുരങ്ങൻ. ഞാൻ കുരങ്ങനാണല്ലോ. എന്താ കാര്യം എന്താ? ഞാൻ പറയട്ടെ, എണ്ണാറ് 48. എണ്ണാറായപ്പോൾ എണ്ണാറ് 48. ഞാനെന്താ ഉല്ലാസേട്ടനെ പറഞ്ഞെന്നറിയാം. ഉല്ലാസേട്ടൻ മാത്രം ഇവിടെ ഇത്തിരി ബുദ്ധിയായിട്ടുള്ളത്. ആരും ബുദ്ധിയില്ലാത്ത ആളാ. ഉല്ലാസേട്ടൻ പറഞ്ഞാൽ ഇത് നീ ആദ്യമേ പറഞ്ഞിട്ട് ഉല്ലാസേട്ടൻ മിണ്ടായിരിക്കണം പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് ചെയ്തേനെ. എന്തുകൊണ്ട് നിനക്ക് ആ ബുദ്ധി വർക്ക് ചെയ്തില്ല? അതാണ്. താങ്ക് യു. കന്നഡിയാണോ? എനിക്ക് ആദ്യമായിട്ട് കിട്ടുവാ. അയ്യോ, അതിന്റെ വീര്യം. ചിലങ്ക എന്ത് പറ്റി? വേദനിച്ചാ? വേദനിച്ചിട്ടുണ്ട്. ശരിക്കും വേദനിക്കോ അത്? ഇത് വേദനിക്കല്ല മാഡം, നാളെ കുളിക്കാൻ നേരത്തെ സംഭവം മുഷയാവും. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇവിടെ വരണം. വരട്ടെ, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് വരട്ടെ. ഇയാളല്ല. അപ്പൊ ഇത്ര നല്ല ടീമിനെ ചതിക്കായിരുന്നോ? അല്ല ആണ്. ഹലോ, ഈ നാടകം ഒന്ന് ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ചേച്ചി. നീ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? ബസ്സിൽ വെച്ച് കണ്ടാൽ ബെസ്റ്റ് ഫ്രണ്ട്. നിന്നെ പ്രത്യേകം വിളിക്കണോ? ആയിരുന്നു, പക്ഷെ ആ ഗെയിം കളിച്ചപ്പോ എല്ലാം സാരമില്ല. നല്ല അഭിനയം. സിനിമയിലൊന്ന് ട്രൈ ചെയ്യാൻ പോലെ. വളരെ സോഫ്റ്റ്. ചേച്ചി വാ എന്റെ കൂടെ, ഞാൻ കാണിച്ചു തരാം. എനിക്കൊന്ന് കാണണം. എനിക്ക് വേണ്ടി ചോദിക്കണോ? എനിക്കൊന്ന് കാണണം. എന്ത്? എനിക്ക് ലക്ഷ്മിനെ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. റെഡി, അടുത്ത ആള്. വയ്യാത്ത ആളെ ഒരു തല്ലണ സീനാണ് നമ്മളത്. ബാല ആരംഭിക്കുന്നു. ഹിഡുമ്പൻ. ഒരു ഹിഡുമ്പി. കുറെ നാളായി ചാട്ട എന്റെ കൈ കിട്ടിയിട്ട്. അടി വണ്ടർഫുൾ. എന്താ അയ്യോ, ദിഗംബര, ആ പാട്ടൊരു 2 വരി സ്ഥിരം പാടുന്നല്ലേ. കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോടുപമിച്ച വെള്ളി കാവ്യഭാവനേ, അഭിനന്ദനം നിനക്കഭിനന്ദനം, അഭിനന്ദനം. എന്നെ അടിക്കരുത്, ഞാനൊരു പാവമാണ്, ഞാൻ ശുദ്ധനാണ്, എന്നെ തൊട്ടു പോകരുത്. അത് കേൾക്കരുത്. നിന്നെ ഞാൻ ഇന്ന് നശിപ്പിക്കും, നിന്നെ ഞാൻ ഇന്ന് പിച്ച് ചീന്തും. നിക്കടാ അവിടെ. കണ്ണുനീ ഐഡിയ കണ്ണ് പാവനേ. നീ അടിച്ചോടാ. ഞങ്ങൾ ക്ഷത്രിയന്മാർക്ക് ഒരു ഇങ്ങനെ ഒരു യുദ്ധക്കളത്തിൽ നിന്നുകൊണ്ട് വെറുതെ അങ്ങനെ കാണിക്കേണ്ട കാര്യമില്ല, മനസ്സിലായോ? കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനേ, അഭിനന്ദനം നിനക്ക് അഭിനന്ദനം, അഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം. ചേച്ചി, ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ? നിന്റെ കുസൃതി ഇത്ര നേരം കണ്ടില്ലല്ലോ ഇവിടെ ഒന്നും. ആർക്കും കാണാൻ പറ്റാത്ത നാവ് ഏതാ? ആർക്കും കാണാൻ പറ്റാത്ത നാവ്. നാവ് ചേട്ടൻ പറഞ്ഞു, ഞാൻ ചണ്ടെടുത്താ ചോദിച്ച. ഇനി പുറത്ത് കാണാത്തൊരു നാവ് ഐശ്വര്യയുടെ നാവ്. അത് പുറത്ത് കാണാറില്ല, സംസാരിക്കാറില്ല. സൂപ്പർ. ഒരുപാട് സ്നേഹം ഉണ്ടെന്ന് തോന്നുന്നു. പതുക്കെയാണ് അടിച്ചത്. മേനക ചേച്ചി, ഓ അവിടെ ഇരുന്ന് മടുത്തെങ്കിൽ എൻ്റെ അടുത്ത് നിൽക്കണം, നമുക്ക് 2 ലൈൻ പാട്ട് പാടാം.
किसी रोज तुमसे मुलाकात होगी मेरी जान उस दिन मेरे साथ होगी मगर कब न जाने ये बरसात होगी तेरा दिल है प्यासा तेरा दिल लगेला जरा तस्वीर से तू निकल के सामने आ मेरी महबूबा मेरी तकदीर है तू मचल के सामने आ मेरी महबूबा मेरी महबूबा मेरी महबूबा मेरी महबूबा मेरी महबूबा मेरी महबूबा जरा तस्वीर से तू निकल के सामने आ मेरी महबूबा जरा तस्वीर से तू निकल के सामने आ मेरी महबूबा मेरी महबूबा സൂപ്പർ താങ്ക് യു സൂപ്പർ. പാട്ട് നല്ല വോയിസ് ആണ് കേട്ടോ. പാടിയത് വേറൊന്നുമല്ല, ഞാൻ വന്നപ്പോൾ അനുവേട്ടൻ എന്നോട് റിക്വസ്റ്റ് ചെയ്തു പാടണമെന്ന്. അതിനുള്ള നിനക്ക് ഇപ്പൊ പണി കിട്ടും. അത് എന്നെ കണ്ടിട്ട് പാടിയതല്ല, ഷോ ഡയറക്ടർ അത് എന്നെ കണ്ടിട്ട് പാടിയതല്ല. ഞാൻ ഒരു സെക്കൻഡ് വെച്ച് എനിക്ക് വേണ്ടി പാടി. അല്ല, എന്നോട് പറഞ്ഞു മേനക ചേച്ചിക്ക് പുള്ളി ആർക്കും റിക്വസ്റ്റ് കൊടുക്കണമെന്ന്. താങ്ക് യു. അപ്പോൾ ഈ വലിയ കലാകാരുടെ മുമ്പിൽ പാടാൻ സാധിച്ചു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ചേച്ചി ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ചേച്ചി ഇത്രയും നേരം എല്ലാവരും ചാട്ടയടി അടിക്കുന്നത് കണ്ടില്ലേ? ആരെങ്കിലും ഈ കൂട്ടത്തിൽ ആ ചാട്ട ഉണ്ടെന്ന് അടിക്കാൻ തോന്നുന്നുണ്ടോ? നമ്മുടെ ഗസ്റ്റിന്റെ ആഗ്രഹം ഒന്ന് നമുക്ക് സാധിച്ചു കൊടുക്കണം. വീണ്ടും ഒരു പാട്ടുമായി നമ്മുടെ സുമേഷ് വീണ്ടും കളത്തിൽ വരികയാണ്. ചേച്ചി, എന്തുകൊണ്ടാണ് സുമേ സെലക്ട് ചെയ്യാൻ കാരണം? എനിക്ക് ആ സ്റ്റാറിനെ ഒന്ന് അടിക്കണം. കാരണം അവന്റെ ചിരിയെ ശരിയല്ല, ഒരു കള്ള നോട്ടാണ്. ഒരു കള്ള നോട്ടാണ്. ചേച്ചി കള്ളനാണ് ചേച്ചി. കൂളിംഗ് ഗ്ലാസാ എടുക്കടേ എടുക്കടേ. എന്റെ നോട്ടം ശരിയല്ലെന്ന് പറഞ്ഞു. ഇട്ടാലേ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. കള്ള ലക്ഷണമുണ്ട്, അത് മുഖം മുഴുവനുണ്ട്, കണ്ണിന് മാത്രമല്ല. ഹൃദയമൊരു വെൺശംഖ് പോലെ ബൈക്കേ പോയി മാലമോഷണമാണ് ജോലി. കണ്ണു നിർത്തുള്ളിയ പാടാ ചേച്ചി. പാടി അടിക്കും. ചേച്ചിക്ക് ഇഷ്ടം കൂടുമ്പോ ഇങ്ങനെയാണ് ചെയ്യണമെങ്കിൽ സുരേഷന്റെ അവസ്ഥ എന്തായിരിക്കും? സുരേഷ് ഏട്ടൻ നിന്നെ പോലെ ഇത്രയും വൃത്തികേടായിട്ട് പാടില്ല. നിന്നെ പോലെ കള്ളച്ചിരിയും ഇങ്ങനത്തെ ഒരു നോട്ടൊന്നുമില്ല. ഒന്ന് ഉല്ലാസ് ഗ്രൂപ്പിന് വേണ്ടി, ഒന്ന് തങ്കച്ചന്റെ ഗ്രൂപ്പിന് വേണ്ടി, ഒന്ന് എന്റെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ്. ഒന്ന് നാട്ടുകാർക്ക് വേണ്ടി, പ്രേക്ഷകർക്ക്. ആർട്ടുകാർ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ ചാട്ട മാറ്റി ഒരു തോക്ക് കൊടുക്കാവോ? കോട്ടിൽ ഒറ്റയടിക്ക് തീരുമല്ലോ. അത് പോരാ, നീ ഒന്ന് വേദനിക്കുന്നത് എനിക്കൊന്ന് കാണണം. ഇങ്ങനെ പറഞ്ഞൊക്കെ ചീറ്റിപ്പാറ ബാധിക്കുവേ. 1 2 3 സുരേഷ് ഏട്ടാ! അയ്യോ ഓടിക്കോ! ഞാൻ കോമഡി പറയും. രാവിലെ എഴുന്നേറ്റ് ഒരു മിറ്റം പോലും അടിക്കില്ലാത്തൊരു ചേച്ചി വന്നിട്ട് സുമേഷിന്റെ ഭാര്യയല്ലേ, ഒരു കൊട്ടൻ ചുക്കാതി ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ചോ. ഇന്ന് നിറയെ തല്ല് വാങ്ങിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അല്ല, ഈ ഷോ കണ്ടിട്ട് ഇനി സുരേഷ് ഏട്ടൻ എന്നെ ഡൈവേഴ്സ് ചെയ്യുമോ? സുരേഷ് ചേട്ടൻ എന്നെ സെപ്പറേറ്റ് വിളിക്കാൻ സാധ്യതയുണ്ട്.
ഒരു കാരണം കൂടാതെ അവൾ അങ്ങനെ തല്ലുമില്ലല്ലോ. ഇനി സുരേഷ് ചേട്ടൻ ഞാനും കൂടെ ഒരുമിച്ച് വരണമെങ്കിൽ ഒരു പ്രാവശ്യം സുരേഷ് ചേട്ടൻ ഇങ്ങനെ അടിക്കട്ടെ. രണ്ടുപേരെയും രണ്ട് ടീമിലാക്കാട്ടോ, എന്നിട്ട് ഗെയിം ഒക്കെ കളിപ്പിക്കാം. അപ്പൊ ഒരു റീസണും കൂടെ ആക്കുമല്ലോ. എനിക്കാണ് ആ ഭാഗ്യം കിട്ടുന്നത്, അദ്ദേഹത്തിനാണ് ആ ഭാഗ്യം കിട്ടുന്നത്. നമുക്ക് സൈഡിൽ കൂടെ ജയിപ്പിച്ചു തരാം. പുള്ളി അറിയണ്ട. അപ്പൊ സോ മച്ച് ഹാപ്പി. ഭയങ്കര എന്താ പറയാ, ഭയങ്കര കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ഉള്ള, അതിലുപരി ഭയങ്കര ചൈൽഡിഷ് ആയ, നമ്മുടെ ഷോ കാണുന്ന എല്ലാവരും ഇങ്ങനെ പ്രായം കുറഞ്ഞു വരുന്ന പറയില്ലേ, അപ്പൊ അതുപോലെ തന്നെ ശരിക്കും ഒന്നും കൂടെ ഇവിടെ വന്നപ്പോഴേ കിഡിഷ് ആയിരുന്നു. ഒന്നും കൂടെ നമ്മുടെ ഉള്ളിൽ ആ ഒരു കിഡിഷ്നെസ് പുറത്തേക്ക് വന്നു എന്ന് തോന്നിയോ ഇവിടെ എത്തിയപ്പോ? പിന്നല്ലാതെ അതാണ്, ഇതാണ് നമ്മുടെ സ്വന്തം മേനക ചേച്ചി ഇൻ സ്റ്റാർ മാജിക്. സോ മച്ച് ഹാപ്പി. നിങ്ങൾക്ക് കിഡിഷ്, ഞാനാകെ വിഡിഷ് ആയിട്ട് നിൽക്കുക. ചവർ വാരി അടിക്കുമ്പോൾ അടിച്ചിട്ട്. പക്ഷെ ഭയങ്കര രസമായിരുന്നു കേട്ടോ, ഈ ഓടിച്ചിട്ടൊക്കെ അടിക്കാന്ന് പറയില്ലേ. പിന്നെ ചേച്ചി എനിക്ക് അടി കൊണ്ടതിൽ ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ, ചേച്ചി ഒരു സ്റ്റാറ്റസ് പറഞ്ഞായിരുന്നു, സ്റ്റാറിനെ മാത്രമേ തല്ലുള്ളൂ എന്നുള്ളത്. ഇവിടെ അങ്ങനെ ഒരു ആരും ഇല്ലല്ലോ. ശരിയാണ് ശരിയാണ്. അത് എന്ത് സ്റ്റാർ ആണ്? എന്തായിരുന്നു? കാറ്റം സ്റ്റാർ. കാറ്റം സ്റ്റാർ. സമയം എന്തായി? ഇതൊന്നും സുരേഷനെ വിളിക്കണം. ഈ സമയത്ത് എന്താണ് അവിടെ എന്തെങ്കിലും നടക്കാറുണ്ടോ? എന്തായാലും സുമ ഇങ്ങനെ ആപ്പിള് പോലെ ഇങ്ങനെ തുടുത്ത് വെള്ളറി വെളുത്തിരിക്കുകയാണ്. അത്ര തല്ലല്ലേ കൊണ്ടേ. ഓ സുമയും ഇതൊരു തമാശയായിട്ട് എൻജോയ് ചെയ്തെന്ന് വിചാരിക്കണം. എനിക്ക് വൈരാഗ്യമുണ്ട്. വേദനിച്ചോ? ഞാൻ സ്നേഹത്തോടെയാണ് അടിച്ചത് കേട്ടോ. വേദനിച്ചോ? കരയണ്ട കരയണ്ട. വേദനിച്ചോ അവന്റെ മുതു? എന്നാ പിന്നെ സ്നേഹമില്ലാതെ അടിക്കട്ടെ. സ്നേഹമില്ലാതെ അടിക്കട്ടെ. മതിയായില്ല. വരും വരും ഇനിയും വരും. അടിക്കാനായിട്ട് തന്നെ ഞാൻ ഇനി ഇവിടെ വരും. നമ്മുടെ സുമ ഇപ്പോഴും തിരിച്ചെത്തിയിട്ടില്ല. ചേച്ചിക്കാണ് റെസ്റ്റ് ആവശ്യം. സുമയ്ക്ക് കൊള്ളേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ, ചേച്ചിക്ക് ഓടിച്ചിട്ട് അടിക്കേണ്ട ആവശ്യം വന്നു. അത് കാരണം ചേച്ചിക്ക് റെസ്റ്റ് ആവശ്യമാണ്. ബാക്ക് ടു അവർ ഗസ്റ്റ് സീറ്റ് പ്ലീസ്. താങ്ക് യു. ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് നമ്മളോട് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കാത്തിരിക്കുക. Good night. Checking Value Plus card. Just pay rupees 2,999 and get food worth rupees 4,000.